ഹായ് ഹണീസ്. അപ്പോൾ അതാ ചോറിന് മുളകിടിച്ചുണ്ടെങ്കിൽ പോലും എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സൂപ്പറല്ലേ ആ ടേസ്റ്റ്. പക്ഷേ ഇവിടെ ചിലർക്ക് ഉച്ചക്കത്തെ കറി വൈകുന്നേരം പിടിക്കില്ല. അങ്ങനെയുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് മീൻ പറ്റിച്ചതായിരുന്നു, അത് വേണ്ട മുളകിൽ വെക്കും, മീൻ ബാക്കിയുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ആ മുളകിൽ വെക്കാൻ പോകണം. അതിന് വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, നമ്മുടെ പച്ചമുളക്, ഒരു തക്കാളി, ഇത്ര സാധനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ സമയം കൊണ്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി നന്നായിട്ടും ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് എന്താ വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു തക്കാളി ഞാൻ വെച്ചിട്ടില്ല, അത് നന്നായിട്ടൊന്ന് അരിഞ്ഞ് നമ്മുടെ ജാറിലിട്ട് നല്ല പോലെ പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. പേസ്റ്റ് പരുവത്തിലാക്കാൻ വല്ല ജസ്റ്റ് ഒന്ന് ചതച്ചിങ്ങനെ എടുക്കത്തില്ലേ, വെള്ളമാക്കി, അങ്ങനെ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ എണ്ണ നന്നായിട്ടും ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം. ചിലർ കടുകിടും, ഞാൻ കടുകിടാറില്ല കേട്ടോ. ഞാൻ ഉലുവ മാത്രമേ ഇടാറുള്ളൂ. ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മുടെ കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ ഇത് വഴറ്റാനായിട്ട് ചില ആൾക്കാർ ആദ്യമേ തന്നെ ഉപ്പ് ചേർക്കാറുണ്ടാകും, പെട്ടെന്ന് വഴന്ന് കിട്ടും. പക്ഷെ ഞാൻ അവസാനമായിട്ട് ഉപ്പ് ചേർക്കുന്നത്. അത് തോന്നുന്ന പോലെ ഞാൻ ചെയ്യുന്നത്. ഞാൻ മിക്കപ്പോഴും മീൻ കറിക്കകത്ത് ഞാൻ മിക്കപ്പോഴും ചേർക്കുന്ന അവസാനമാണ്. സബോള കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ആദ്യം ചേർത്ത് കൊടുക്കാറുണ്ട്. അല്ല, മീൻ കറിയൊക്കെ ചേർക്കുമ്പോൾ ഞാൻ അവസാനമായിട്ട് ഉപ്പ് ചേർക്കുന്നത്, എന്തോ അങ്ങനെയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമ്മൾ പുളി, ആവശ്യത്തിനുള്ള പുളി, കുടംപുളി എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുടംപുളിയായിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമ്മൾ എടുത്ത് വെച്ചാൽ തക്കാളി ഇല്ലേ, ആ ഒന്ന് ജസ്റ്റ് കറക്കി വെച്ചേക്കുന്ന ആ തക്കാളി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ തക്കാളിയിലെ വെള്ളമയം ഉൾപ്പെടെയാണ് അതിനകത്തേക്ക് വീണേക്കുന്നത്. ഇനി നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം ഫുള്ളായിട്ട് തക്കാളിയിൽ നിന്ന് പോകണം. എന്നിട്ട് നമുക്ക് മനസ്സിലാവില്ല, പച്ചമണം പോയി ഒന്ന് സെറ്റാകുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരണം. അപ്പോൾ അങ്ങനെ വന്നാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ആദ്യം. ആ മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ കളറും കിട്ടും, പിന്നെ ഒരുപാട് അങ്ങ് എരിവാകത്തില്ല. അതിന് വേണ്ടിയാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒരല്പം കൂടുതലായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരല്പം മല്ലിപ്പൊടി ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും സാധനമാണ് ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വേറെ പൊടി ഐറ്റംസ് ഒന്നും ചേർക്കാറില്ല. ചിലർ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാറുണ്ട്. ആ ടേസ്റ്റിന് ഞാനങ്ങനെ ചേർക്കാറില്ല കേട്ടോ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ ആ പച്ചമണം എല്ലാം മാറണം. അതായത് ഈ പൊടികളുടെ എല്ലാം പച്ചമണം പോയി ആ ഒരു പൊടിയൊക്കെ ഒരു വരെ മൂത്ത് വരത്തില്ല, അങ്ങനത്തെ രീതിയിൽ നിന്ന് വരണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ എന്താ പറയണ്ടേ, കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലായിരുന്നു. ആ കുടംപുളി ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ ആ കുടംപുളിയുടെ വെള്ളം കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ചെറു ചൂടുവെള്ളം ഒഴിക്കാൻ പറ്റണം. അത്രയും നല്ലത്. നമ്മൾ ധൃതി ചെയ്യുമ്പം ഞാനൊന്നും ചൂടുവെള്ളം എടുക്കാറില്ല കേട്ടോ, പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് എത്രത്തോളം, ചിലർക്ക് ഒരുപാട് ചാറ് വേണം, ചിലർക്ക് കുറച്ച് ചാറ് മതി. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്തായാലും മീൻ മുങ്ങാനുള്ള വെള്ളം വേണം. അതിനുശേഷം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് വെക്കണം. അത് നന്നായിട്ട് തിള വരുമ്പോഴത്തേക്കാണ് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കണം. മത്തിക്കൊന്നും അങ്ങനെ ഒരുപാട് വേവുള്ള സാധനമല്ലല്ലോ. അപ്പോൾ അതിനുശേഷം ഞാൻ മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര സമയം എടുക്കുമെന്നൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല കേട്ടോ, വേകുന്ന ആ ഒരു സമയം അതുവരെ. അപ്പോൾ മത്തിയെല്ലാം നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം മുങ്ങിക്കിടക്കുവാണ്. ഇനി ഈ സമയത്ത് നമുക്ക് വേപ്പിലയും കൂടി ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നവർ ഈ സമയത്ത് കുരുമുളക് പൊടിയൊക്കെ ചേർക്കാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ചേർക്കാറില്ല. അപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വരുന്നുണ്ട്. പണ്ട് ഞാൻ മീൻകറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയല്ല കേട്ടോ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് ശരിക്കും പച്ചവെള്ളം പോലെയാണ് കിടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല കുറുകിയ ചാറ് കിട്ടാറുണ്ട്.